നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നമീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഏൻഷ്യന്റ് വെൽവിച്ച് ചൈന മെർബെയിൽസ് നൽകി ആദരിച്ചു. നമീബിയൻ പ്രസിഡന്റ് നെതുംബോ നദെയ്തുയാണ് പുരസ്കാരം സമ്മാനിച്ചത്. നമീബിയയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമീബിയെ സന്ദർശിക്കുന്നത് ഇത് 3-ാം തവണയാണ്. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. 2014 പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 27ാമത് അന്താരാഷ്ട്ര ബഹുമതിയാണിത്. നിലവിലെ 5 രാജ്യങ്ങളിലെ പര്യടനത്തിലെ 4ാമത്തെ പുരസ്കാരവും 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്ന 2ാമത്തെ പുരസ്കാരവുമാണിത്. വെൽവിച്ചിയ മിറാബിലിസ് എന്ന സസ്യം നമീബിയയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം മരുഭൂമി സസ്യമാണ്. പ്രതിരോധശേഷി, ദീർഘായുസ്, നമീബിയൻ ജനതയുടെ ചൈതന്യം എന്നിവയുടെ പ്രതീകമായാണ് ഈ സസ്യം അറിയപ്പെടുന്നത്. നമീബിയയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ സംഭാവനകളെ മാനിച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം നൽകിയത്. പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് 140 കോടി ഇന്ത്യക്കാർക്കും ഇന്ത്യയും നമീബിയയും തമ്മിലുള്ള ചരിത്രപരവും നിലനിൽക്കുന്നതുമായ ബന്ധത്തിനും സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. ഊർജം, ആരോഗ്യ സംരക്ഷണം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പ്രതിരോധം, സുരക്ഷ, കൃഷി, നിർണായക ധാതുക്കൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ 4 കരാറുകളിലും ഒപ്പുവെച്ചു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രസീലിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി സദേൺ ക്രോസ് ലഭിച്ചത്. ഈ വാർത്തയും പുറത്തു വന്നിരുന്നു. ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാ ഡ സിൽവയായിരുന്നു പുരസ്കാരം മോദിക്ക് സമ്മാനിച്ചത്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും പ്രധാന ആഗോള വേദികളിൽ ഇന്ത്യ ബ്രസീൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ശ്രദ്ധേയമായ സംഭാവനകളെ മാനിച്ചാണ് ഈ ബഹുമതി നൽകിയത്. 2014 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി മോദി അധികാരമേറ്റതിനു ശേഷം ഒരു വിദേശ സർക്കാർ അദ്ദേഹത്തിന് നൽകുന്ന 26ാമത് അന്താരാഷ്ട്ര ബഹുമതിയായിരുന്നു ഇത്. വെബ് ഡെസ്ക് തത്തുമൈ TV.